ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഓൾ ഗായ്സ്. ഇപ്പം നമ്മളുള്ളത് സിന്ദൂറിലാണ് കേട്ടോ. വേറെ ഒന്നിനുമല്ല, ഒരു മൂക്കുത്തി നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ നിന്നാണ് സാധാരണ മൂക്കുത്തി എടുക്കാറുള്ളത് ഗായ്സ്. അപ്പം നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, ഗോൾഡ് അല്ല കേട്ടോ, നമ്മുടെ ഗ്യാരണ്ടി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ പാറ്റേൺ വരുന്ന മൂക്കുത്തി സെലക്ട് ചെയ്തിട്ടുണ്ട്. മൂക്കുത്തി മാറ്റണമെന്ന് ഒരുപാട് നാളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഇപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാനിന്ന് എൻ്റെ മൂക്കുത്തി മാറ്റാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഗായ്സ്. അപ്പം ഈ ഒരു പാക്കിലാണ് നമുക്ക് മൂക്കുത്തി വരുന്നത്. ഒരു സിംഗിൾ പീസ് മാത്രമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ വലിയ കവർ ഇപ്പം ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഈ കവറിൻ്റെ ഉള്ളിൽ നമ്മുടെ മൂക്കുത്തി ഉണ്ടോ ഇല്ലയോ എന്ന്. ചില ടൈമിൽ നമുക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. അവിടുന്ന് വാങ്ങിക്കൊണ്ട് വരും, പക്ഷെ ഇവിടെ എത്തുമ്പം മൂക്കുത്തിയോ കമ്മലോ ഒന്നും ഉണ്ടാവില്ല. ഭാഗ്യത്തിന് ഞാൻ തപ്പി ലാസ്റ്റ് കണ്ടുപിടിച്ചു, ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പോകേണ്ട വന്നേനെ. ഇതാണ് കേട്ടോ നമ്മുടെ മൂക്കുത്തി. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇത്രയൊരു സ്റ്റോൺസ് ഞാൻ അതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ഇവിടെ എത്തിയ സമയത്താണ് കേട്ടോ ഫുള്ളി സ്റ്റോൺ വർക്ക്ഡാന്ന് മനസ്സിലായത്. അപ്പോൾ ഈ ഒരു മൂക്കുത്തിയാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഫ്ലവർ പാറ്റേൺ ആണെന്ന്. അപ്പോൾ ഈ ഒരു മൂക്കുത്തി നമ്മൾ ഇടാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ മൂക്കിലുള്ള മൂക്കുത്തി നമുക്കിനി അഴിക്കണം, അതാണ് അടുത്ത പരിപാടി. അതൊരു വലിയ ടാസ്ക്കാണ് കേട്ടോ. എന്താ അങ്ങനെ പറഞ്ഞെന്നല്ലേ നിങ്ങൾ ഓർക്കുന്നത്? വേറെ ഒന്നുമല്ല, നമ്മൾ ഈ കമ്മൽ മേക്കാതൊക്കെ ഇങ്ങനെ തിരിയുള്ളത് ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, മൂക്കുത്തി മേക്കാതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മുടെ മൂക്കുത്തി അഴിക്കുകയും തിരിക്കുകയും ചെയ്യേണ്ടത്. കമ്മൽ നേരെ തിരിച്ചും മൂക്കുത്തി നേരെ അതിൻ്റെ ഓപ്പോസിറ്റും ആയിരിക്കും കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു മൂക്കുത്തി മാറ്റാൻ വേണ്ടി പോവുകയാണ്. കുറേ നാളായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ ഈ ഒരു മൂക്കുത്തി. അങ്ങനെ നമ്മുടെ ഈ മൂക്കുത്തി അഴിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്, പക്ഷേ പുതിയത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേഗം തന്നെ മൂക്കുത്തി അഴിക്കാം ഗായ്സ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഡയറക്ഷൻ തെറ്റിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ നിന്ന് പോകും. അതൊക്കെ ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. പിന്നെ മൂക്കിൽ നിന്നിട്ട് അഴിക്കാനും പറ്റുന്നില്ല, ഫുൾ പ്രോബ്ലം ആവും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം മൂക്കുത്തി ഇടുന്നതും അഴിക്കുന്നതും ഒക്കെ. അതുപോലെ കമ്മലിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാനിപ്പം സാഹസികമായി നമ്മുടെ മൂക്കുത്തി ഇപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മൂക്കുത്തി ഇല്ലാതെ എൻ്റെ മൂക്ക് ഇങ്ങനെയാണ് കേട്ടോ കാണാൻ. അപ്പം മൂക്കുത്തി എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഓർണമെൻ്റ് ആണ്. പിന്നെ വലിയ മൂക്കുത്തിയാണ് കൂടുതൽ ഇഷ്ടം ഗായ്സ്. അപ്പം ഞാൻ മൂക്ക് കുത്തിയത് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ. അന്ന് ഭയങ്കര ക്രേസായിരുന്നു മൂക്കുത്തിനോടൊക്കെ, കാരണം മമ്മയൊക്കെ ഓൾറെഡി മൂക്ക് കുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ മേക്കാതും ആണെങ്കിൽ ഒരു 4-5 എണ്ണം ഉണ്ട്. ഇപ്പം ഞാനത് യൂസ് ചെയ്യില്ല, ആ ഒരു സമയത്ത് യൂസ് ചെയ്യായിരുന്നു. പക്ഷേ നമ്മുടെ സ്കൂളിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇതൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ മൂക്കുത്തി കുത്തുന്നത് ഒരാചാരമാണെന്ന് കള്ളം പറഞ്ഞാണ് ഞാൻ മൂക്കുത്തി ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. ഭാഗ്യത്തിന് ടീച്ചർ അത് വിശ്വസിച്ചു, അല്ലെങ്കിൽ അടിപൊളിയായേനെ. അതുകൊണ്ട് മൂക്കുത്തി മാത്രമായിരുന്നു അന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂക്കുത്തിയാണ് കേട്ടോ ഇത്രയും നാൾ എൻ്റെ മൂക്കിലിരുന്നത്. എന്തായാലും ഇവനെ കാണാനും സൂപ്പറാണല്ലേ. ഈ ഒരു പാറ്റേൺ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു പാറ്റേണിൽ വരുന്ന മൂക്കുത്തി ഷോപ്പിൽ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ, അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരെണ്ണം സെലക്ട് ചെയ്തത്. എന്തായാലും ഏതെങ്കിലും ഒരു വെറൈറ്റിയിലാണ് നമ്മുടെ കണ്ണുടക്കുള്ളൂ. അങ്ങനെ ഇവനെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ മൂക്കുത്തി വാങ്ങുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്നല്ലേ ഗായ്സ്, അപ്പം നമ്മുടെ മൂക്കുത്തിയിൽ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കൊളുത്തി വലിക്കുന്ന ടൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് സ്റ്റോൺ വർക്കൊക്കെ ആയിരിക്കും, എങ്കിലും സൈഡ് ഇങ്ങനെ കുറച്ച് ഷാർപ്പായിട്ട് അതിൻ്റെ എഡ്ജൊക്കെ നിൽക്കും. അത് വളരെ അപകടമാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മുഖം തുടയ്ക്കുന്ന സമയത്ത് ടവലും കൊണ്ടൊക്കെ, അതുപോലെ കുളിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഡ്രസ്സ് ഇടുന്ന സമയത്തൊക്കെ അതെങ്ങാനും കൊളുത്തി വലിച്ചാൽ നമ്മുടെ മൂക്ക് മുറിഞ്ഞ് നമ്മുടെ കയ്യിലിരിക്കും. ഒരു പ്രാവശ്യം എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വാങ്ങുമ്പം എഡ്ജൊക്കെ കറക്റ്റായി ചെക്ക് ചെയ്ത് വേണം എടുക്കാൻ. ഒരു പ്രോബ്ലം ഇല്ലാത്ത ടൈപ്പ്, നമുക്ക് ഹാമല്ലാത്ത ടൈപ്പ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അങ്ങനെ ഞാൻ നമ്മുടെ മൂക്കുത്തി ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മൂക്കുത്തി ഇടുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട് ഗായ്സ്. അപ്പം നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നമ്മുടെ മൂക്കിനുണ്ടാകുന്ന ഒരുപാട് അലർജീസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മൂക്കുത്തി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. മൂക്കുത്തി ഇടുന്നതിലൂടെ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയുമായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ മൂക്കുത്തിനെ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഗായ്സ്. ഇപ്പം ഞാനിപ്പോൾ ഇട്ട മൂക്കുത്തി എനിക്ക് ചേരുന്നുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടിപൊളി മൂക്കുത്തിയാണ്, എനിക്കിഷ്ടമായി. എൻ്റെ മൂക്കൊക്കെ നന്നായി ചുമന്ന് വന്നിട്ടുണ്ട്, എങ്കിലും നമ്മുടെ മൂക്കുത്തി സൂപ്പറാവും. ഇനി 2-3 ഡേയ്സ് നമ്മുടെ കൂടെ എല്ലാ ഡേയും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂക്കുത്തിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള വ്യൂ. അടിപൊളിയല്ലേ ഗായ്സ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? അങ്ങനെ നമ്മുടെ പുതിയ മൂക്കുത്തിൻ്റെ ഇനോഗ്രേഷൻ നിങ്ങളായിട്ടാണ് കേട്ടോ ആദ്യം ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്കൊരു നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ, ലവ് യു ഓൾ.